ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട വീഡിയോ എൻ്റെ മോൾ ആമിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ആമിക്ക് വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻസ് ആയിട്ടും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. കുറേ പേര് അറിയുന്നവരും നമുക്ക് അറിയാത്തവരായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലീസ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും താങ്ക്സ്. ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. എൻ്റെ പ്രഗ്നൻസി ജേണിയെ പറ്റിയിട്ടാണ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ഈ സെയിം വീഡിയോയിലല്ല, ഈ വീഡിയോ ഒരു സീരീസ് പോലെ ഞാൻ കുറച്ച് വീഡിയോസ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീഡിയോസ് ഇടാം ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. 2019 ജനുവരിയിലാണ് ഇങ്ങനെ അറിയണത്. എന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നൻ്റ് ആണെന്ന് തോന്നി തുടങ്ങി. നമുക്കറിയാം, നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ 2019 ജനുവരി അവസാനത്തെ ഒരു വീക്കെൻഡ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. നമ്മളന്ന് മലയാളി കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഓണത്തിന് കണ്ടിട്ട് ഗ്യാങ് ഉണ്ടല്ലോ, അവർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡൗട്ട് ഉണ്ട്, ഇങ്ങനെ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് ഇവിടുത്തെ UK-യിൽ. കാരണം എനിക്ക് അറിയില്ലല്ലോ, അവർക്ക് ഓൾറെഡി ഇവരൊക്കെ ഇവിടെ ഡെലിവറി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു തന്നു ഇവിടെ എങ്ങനെയൊക്കെയാണ് സിസ്റ്റം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ആദ്യം ചെയ്തത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ കിറ്റ് വാങ്ങിച്ചു, പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ടെസ്റ്റ് ക്ലിയർ ബ്ലൂവിൻ്റെ ഒരു കിറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ലൊരു സ്നോ ഉള്ളൊരു ദിവസമായിരുന്നു അന്ന്. ഇവിടെ പുറത്ത് മൊത്തം സ്നോ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കാണ് ടെസ്റ്റ് ചെയ്യണത്. കിറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പിനെസ്സിനേക്കാൾ കൂടുതൽ ഒരു എന്താ പറയുക, വേറൊരു ഫീലായിരുന്നു. ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച് എന്നുള്ളൊരു ഫീലായിരുന്നു. അത് വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയാന്നുള്ളതാണ്. എൻ്റെ വീട്ടിലേക്കും രാഹുലിൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു. അവരൊക്കെ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ GP അപ്പോയിൻമെൻ്റ് എടുത്ത് GPനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ GPനെ കാണാൻ പോകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യണത്, ഞാൻ കേട്ടിട്ടുള്ളതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയ ഉടനെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യും, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ പോയപ്പോൾ GP പറയാം, നിങ്ങൾ ടെസ്റ്റ് ചെയ്തതല്ലേ, മറ്റേ കിറ്റ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തല്ലേ ചോദിച്ചു. ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അത് മതി, വേറെ ഒന്നുമില്ല ഇവിടെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശരിക്കും അപ്പോൾ അതെങ്ങനെയാണ് അറിയുക കൺഫേം ആണോ എന്നുള്ളത്. അപ്പോൾ GP പറഞ്ഞു അത് കൺഫേം ആയിരിക്കും, കാരണം അതിൽ ടെസ്റ്റ് ചെയ്തത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കൺഫേംഡ്, വേറെ എക്സ്ട്രാ ടെസ്റ്റ് ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ചിട്ട് കൺസേൺ ആയി. കാരണം എങ്ങനെയാണ് അത്, നമുക്ക് സാധനം ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ നമുക്കൊരു പ്രോപ്പറായിട്ട് അറിയണ്ടേ കൺഫേം ആണ് എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു ടെൻഷനും വേണ്ട, അത് കൺഫേം ആണ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, GP പറഞ്ഞു തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ടാബ്ലറ്റ് കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പ്രഗ്നാ കെയറിൻ്റെ ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞു, അല്ലാതെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടൊന്നും എഴുതി തന്നിട്ടില്ല. ഫോളിക് ആസിഡ് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ചു. ഞങ്ങൾ വരുന്ന വഴിക്ക് പ്രഗ്നാ കെയറിൻ്റെ ഫോളിക് ആസിഡും എല്ലാം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ഒരു മിഡ് വൈഫിനെ അലോക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു മിഡ് വൈഫാണ് നോർമലി കിട്ടുക ഇവിടെ. അപ്പോൾ എനിക്കങ്ങനെ മിഡ് വൈഫിനെ അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ മിഡ് വൈഫ് വിളിക്കുമെന്ന് പറഞ്ഞു. സാധാരണ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവണം അന്ന് തൊട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരാഴ്ച മുന്നേ ഒരുപാട് സിംറ്റംസ് കണ്ടു തുടങ്ങും, അല്ലെങ്കിൽ മോർണിംഗ് സിക്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഉണ്ടാവും. ഇതൊന്നും എനിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ശരിക്കും പ്രഗ്നൻ്റ് ആവില്ല. കാരണം എൻ്റെ ചേച്ചിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞ പോലെ ചേച്ചിക്ക് വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സെയിം തന്നെ എനിക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഒന്നുമില്ല, ഒരു വൊമിറ്റിങ്ങും ഇല്ല, എന്താ പറയുക, ഒരു ടയർഡ്നെസ്സും ഇല്ല, ഒന്നുമില്ല. ഫസ്റ്റ് അത് ടെസ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊന്നും ഞാനത് അറിഞ്ഞ ഉടനെ ഒന്നും ഞാൻ ഓഫീസിൽ പറഞ്ഞൊന്നുമില്ല, എൻ്റെ ടീമിൻ്റെ അടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല. ഞങ്ങൾക്ക് 2019 മാർച്ചിൽ ഞങ്ങൾക്ക് ഒരു പുതിയൊരു പ്രൊജക്റ്റ് റിലീസ് ഉണ്ടായിരുന്നു. മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഒരു പ്രൊജക്റ്റ് റിലീസ് ഉണ്ടായിരുന്നു. ആ പ്രൊജക്റ്റിൽ ഞാൻ ഡിസംബർ തൊട്ടേ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഓഫീസിലെ എല്ലാവരും, മിക്കവാറും ടീമിലെയും ഓഫീസിലെ എല്ലാവരും ഔട്ട്സൈഡ് ലണ്ടൻ ചെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവരെല്ലാവരും മൂവ് ചെയ്തു. ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും അവരവിടെ സ്റ്റേ ആയിരുന്നു. ഒരു 1 വീക്കോളം അവരെല്ലാവരും അവിടെ താമസിച്ചിട്ടായിരുന്നു ആ വർക്ക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് മാത്രം പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറഞ്ഞേ പറ്റൂ എന്തായാലും. അപ്പോൾ മാനേജറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മീറ്റിംഗ് വിളിച്ച് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണ്, എന്നെ ഇതൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹി വാസ് ഓക്കെ. ആൾ പറഞ്ഞു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസ് എന്ന് പറയുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്കൊരു ഓൾമോസ്റ്റ് 1 hour ജേർണി ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ എടുക്കണം, പിന്നെ ട്യൂബ് എടുക്കണം. എന്ന് വെച്ചാൽ ട്യൂബ് എന്ന് പറയുമ്പോൾ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ട്രെയിനിനെയാണ് ട്യൂബ് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ട്രാവൽ ഉള്ള കാരണം കുറച്ച് ടയർഡ്നെസ് ഉണ്ടായിരുന്നു എന്നല്ലാതെ
എല്ലായ്പ്പോഴും ഉള്ള പോലത്തെ ടയർഡ്നെസ് ആണ്, അല്ലാതെ എസ്പെഷ്യലി പ്രഗ്നൻസി ടയർഡ്നെസ് എന്ന് പറഞ്ഞൊരു ടയർഡ്നെസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഏർലി സ്റ്റേജിൽ. ഞാൻ എന്നറിഞ്ഞു അന്ന് അറിഞ്ഞ ഉടനെ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നുണ്ടെങ്കിൽ എനിക്ക് ബാഡ്ജ് വെക്കാം. ആ ബാഡ്ജ് ഞാൻ കാണിച്ചുതരാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ബാഡ്ജ്, ബേബി ഓൺ ബോർഡ് ബാഡ്ജ്. അപ്പോൾ ഈ ബാഡ്ജ് കുത്തിയിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ ട്രെയിനിലാണെങ്കിലും അല്ലെങ്കിൽ ബസ്സിലാണോ, ഞാൻ ഇപ്പോൾ വെറുതെ നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ എനിക്ക് വയറൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ ബാഡ്ജ് വെച്ച് ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിൻ ചെയ്യും. ഞാൻ ഇടുന്ന ഡ്രസ്സിൻ്റെ മുകളിലാണെങ്കിലും അല്ലെങ്കിൽ ജാക്കറ്റിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഇതൊരു പിൻ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ ഈ സൈഡിൽ പിൻ ചെയ്ത് വെച്ചിട്ടായിരുന്നു ഞാൻ എവിടെയും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ട്രെയിനിലൊക്കെ നമ്മൾ ഈ ബാഡ്ജ് വെച്ച് കയറുമ്പോൾ ആൾക്കാർ എണീറ്റ് തരും, സീറ്റ് തരും. ഓൾറെഡി പ്രയോറിറ്റി സീറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻറ്റ് ലേഡീസിന് സീറ്റ് ഉണ്ട് ട്രെയിൻസിലും അതുപോലെ തന്നെ ബസ്സസിനും എല്ലായിടത്തും പ്രയോറിറ്റി, ട്യൂബിലും അണ്ടർഗ്രൗണ്ട് ട്രെയിനിലൊക്കെ സീറ്റ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ആ സീറ്റ്സ് ഓൾറെഡി ഒക്യുപ്പൈഡ് ആണെന്ന് വിചാരിക്കുക, എന്ന് വെച്ചാൽ ഓൾറെഡി പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഞാനിത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരെ എണീറ്റ് വരും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു 3 മാസം ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ടീമൊക്കെ തിരിച്ചു വന്ന് അവരൊക്കെ ജോലി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ കുറച്ചും കൂടി ടൈമിൽ ഡിഫറൻസ് വരുത്താൻ തുടങ്ങി, എൻ്റെ വർക്കിൻ്റെ ടൈമിൽ. എന്ന് വെച്ചാൽ ഞാനൊരു 8:30 സ്റ്റാർട്ട് ചെയ്യും ജോലി, 4:00 നിർത്തും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 9 മണിക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, ട്രെയിനിലൊക്കെ ട്യൂബിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഈവൻ ഈ സീറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഇതിൽ സീറ്റ് പീക്ക് അവറിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലണ്ടനിൽ വന്നവർക്ക് അറിയാം, പീക്ക് അവർ എന്ന് പറയുമ്പോൾ ട്യൂബൊക്കെ ഭയങ്കര പാക്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര, ഇപ്പോൾ എസ്പെഷ്യലി പ്രഗ്നൻറ്റ് കൂടി ആകുമ്പോൾ ഭയങ്കര ചൂടും ഒക്കെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യും, കുറച്ചും കൂടി നേരത്തെ ഇറങ്ങുകയും ചെയ്യും. പിന്നെ GP അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ GP നമുക്ക് ഒരു മിഡ് വൈഫിനെ തരും, അവിടുന്ന് നമ്മൾ മിഡ് വൈഫിനെ കാണണം. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു 30-35 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മിഡ് വൈഫായിരുന്നു ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഞാൻ കൂടുതൽ ഒരു വീഡിയോയിൽ പറയാം. മിഡ് വൈഫും അപ്പോയിൻമെൻറ്റിലും ഹാർട്ട് ബീറ്റ് മിഡ് വൈഫ് ചെക്ക് ചെയ്യും, എന്ന് വെച്ചാൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവരുടെ മെഷീൻ ഉണ്ട്, നമ്മുടെ സ്കാനിങ്ങിലുള്ള മെഷീനല്ല, ഒരു ഹാൻഡി ആയിട്ടൊരു മെഷീൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കേൾപ്പിച്ച് തന്നു, ഇങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് ഇങ്ങനെയെന്ന് കേൾപ്പിച്ച് തന്നിട്ട് മിഡ് വൈഫ് ചോദിച്ചു, ക്യാൻ യു ഗസ് എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ വാട്ട് യു ഹാവിങ്, ലൈക്ക് എന്താണ് കുട്ടി എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, ഹാർട്ട് ബീറ്റ് കേട്ട് എനിക്കിങ്ങനെ അറിയാം, ജസ്റ്റ് ടെക് 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 എന്നുള്ള ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ പറഞ്ഞു വെറുതെ ഗേളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ മിഡ് വൈഫ് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഹാർട്ട് ബീറ്റ് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഗേളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ചൊന്നുമില്ല, കാരണം എങ്ങനെയാണ് ഇപ്പോൾ ജസ്റ്റ് അതും 3 മാസത്തിൽ ഹാർട്ട് ബീറ്റ് കേട്ട് കുട്ടി ഗേളാണോ ബോയ് ആണോ എന്ന് എങ്ങനെ അറിയാം. അപ്പം മിഡ് വൈഫോട് രാഹുൽ ചോദിച്ചു എങ്ങനെയാണത് മനസ്സിലായി എന്ന് ചോദിച്ചു, ഗേളാണെന്നുള്ളത്. പറഞ്ഞു ഹാർട്ട് ബീറ്റ് കേട്ടിട്ട് മിഡ് വൈഫിന് അടുത്ത് വെച്ച് കേട്ടപ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഇതുപോലത്തെ ഒരു ഹാർട്ട് ബീറ്റാണ്, ബട്ടർഫ്ലൈയുടെ മൂവ്മെൻറ്റ് പോലത്തെ ഒരു ഹാർട്ട് ബീറ്റാണ്. സോ ഇത് ഗേളാവാം. അപ്പോൾ രാഹുൽ ചോദിച്ചു അപ്പോൾ ബോയ് ആണെങ്കിൽ എന്താണ്. അപ്പോൾ പറഞ്ഞു ഒരു ഹോഴ്സ് റൈഡിങ് പോലത്തെ ആയിരിക്കും അപ്പോൾ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ മേ ബി അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഡെയിലി ഇതല്ലേ അവർ ഡീൽ ചെയ്യണത്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് അറിയണതായിരിക്കാം. അപ്പം ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ബട്ടർഫ്ലൈ പറക്കണ പോലെയാണല്ലോ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് കേൾക്കുക, ഇത് ഗേളൊന്നും ആവില്ല, അങ്ങനെയൊന്നും നിർബന്ധമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഗേളായി. അപ്പോൾ ഇത് ഗേളാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പം ആലോചിച്ച്, ഞങ്ങൾ ആ മിഡ് വൈഫിനെ പറ്റിയാണ് ഞങ്ങൾ ആലോചിച്ചത്. അപ്പോൾ മേ ബി ശരിയായിരിക്കാം, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കാരണം അവർക്കത് അറിയായിരിക്കാം. അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ മിഡ് വൈഫ് അപ്പോയിൻമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്കാനിങ്ങിന് പോണത്, 3rd മന്ത് സ്കാനിങ്ങിന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്കാനിങ്ങിനുള്ളിൽ കയറി സ്കാനിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരുമല്ലോ, സ്കാൻ ചെയ്തിട്ട് കുട്ടീനെ കാണിച്ചു തരുമല്ലോ, ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിച്ച് തരും, അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിച്ചു തരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത് എന്താണെന്നറിയോ, അവള് ജസ്റ്റ് കൈ കൊണ്ട് പൊന്തിച്ചു. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീ പറഞ്ഞു ഷീ ഈസ് വേവിങ് അറ്റ് യു, എന്ന് വെച്ചാൽ കൈ കാണിക്കണമെന്ന് പറഞ്ഞു, ഒരു ഹായ് പറയണ പോലെ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഞങ്ങളെ നോക്കി ജസ്റ്റ് ഹായ് കാണിക്കണ പോലെ ഞങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി, ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് അവൾ ഞങ്ങളെ നോക്കി ഹായ് കാണിച്ചു വന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാർട്ട് ബീറ്റ് കേട്ടു. അപ്പോൾ ദൈവം സഹായിച്ചെല്ലാം നോർമലാന്ന് പറഞ്ഞു, ഒക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത്, അപ്പോൾ ഡേറ്റിന് കുറച്ച് ചേഞ്ചസ് വന്നു. ഡ്യൂ ഡേറ്റ് എനിക്ക് ഫസ്റ്റ് മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റിൽ പറഞ്ഞ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ലാസ്റ്റ് വീക്കിലായിരുന്നു. ഒക്ടോബർ 24th 25th ഒക്കെ ആയിട്ടാണ് മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റിൽ അവരൊരു എസ്റ്റിമേറ്റ് എടുക്കുമല്ലോ, ഒരു എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റ് എടുക്കുമല്ലോ. പക്ഷേ ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അത് നേരത്തെയായി, ഒക്ടോബർ 13th ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഡേറ്റിൽ ചേഞ്ചസ് വന്നു, മറ്റേ ഡ്യൂ ഡേറ്റ് എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റ്സിൽ ചേഞ്ചസ് വന്നു, അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
എന്നിട്ട് അങ്ങനെ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു, എല്ലാം നോർമൽ ആയിരുന്നു. അപ്പോൾ ഇവിടെ UK ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 സ്കാനേ കിട്ടുള്ളൂ. നോർമൽ കേസസിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ 2 സ്കാനേ കിട്ടുള്ളൂ. 3 മന്ത്സിലും പിന്നെ 5th മന്തിലും 2 സ്കാനേ കിട്ടുള്ളൂ. എല്ലാവരും പറയും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്രേവിങ്സ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമാങ്ങ പുളിയുള്ളത് കഴിക്കാൻ തോന്നും, അതുപോലെ തന്നെ മസാല ദോശ, സിനിമയെല്ലാം കണ്ടിട്ടില്ലേ, ജിലേബി കഴിക്കാൻ തോന്നും. അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ഇതൊന്നും തോന്നുന്നില്ലേ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ഒന്നും തോന്നുന്നില്ല, അതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അച്ചാർ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, പുളിയുള്ള ഐറ്റംസ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആയപ്പോഴും ഇഷ്ടമായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനോടിപ്പോൾ പ്രത്യേകിച്ചൊരു ഇഷ്ടം വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഈ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ആകെ ഞാൻ വൊമിറ്റ് ചെയ്തത് 2 വട്ടമാണ്. ഒരു വട്ടം എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് പപ്പടം കാച്ചുമായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് പെട്ടെന്ന് വൊമിറ്റ് വന്നു. പക്ഷെ അതെനിക്ക് പപ്പടം കാച്ചിനതിൻ്റെ സ്മെല്ല് കാരണമാണോ അതോ ഞാൻ കുറച്ച് ഫുഡ് കഴിക്കാൻ ലേറ്റായി പോയി, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അന്നാണ് ഒരു വട്ടം വൊമിറ്റ് ചെയ്തത്. പിന്നെ ഒരു വട്ടം പാലിൻ്റെ സ്മെല്ല് വന്നപ്പോൾ എനിക്ക് പാൽ ഒട്ടും പറ്റില്ല. ഞാൻ പ്രഗ്നൻസിയിലും പാല് കുടിച്ചിട്ടേ ഇല്ല, കാരണം എനിക്ക് പാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. പണ്ടുമില്ല, പ്രഗ്നൻസിയിലും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല, ഞാൻ പാല് കുടിക്കില്ല. അപ്പോൾ ഒരു വട്ടം പാല് ഞാൻ രാഹുലിന് ചായ ഉണ്ടാക്കുമ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ ഒരു സ്മെല്ല് വന്നപ്പോൾ ആ സമയത്ത് ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ 2 വട്ടം ഞാൻ ആകെ എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഞാൻ ആകെ വൊമിറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ വൊമിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ 5 മാസമൊക്കെ കഴിഞ്ഞ് 5 മാസം സ്കാനിങ് ഉണ്ടായിരുന്നു, അതിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 5 മാസത്തിലൊന്നും എനിക്ക് വലിയ വയറൊന്നും ഇല്ല, എനിക്ക് ഒട്ടും വയറില്ല. ഞാൻ ഫോട്ടോ കാണിക്കാൻ ഞാനിപ്പോൾ ഉണ്ടായിരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിശക്കുമായിരുന്നു, പ്രത്യേകിച്ച് രാത്രി ഒരു 2 മണിക്കും 3 മണിക്കൊക്കെ ഞാൻ രാഹുലിനെ തോണ്ടി വിളിക്കും, എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാഹുൽ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് വല്ല ഗ്രേപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് തരും. പിന്നെ ഞങ്ങൾ ബെഡിൻ്റെ സൈഡിൽ വെക്കാൻ തുടങ്ങി ബിസ്ക്കറ്റും, അതുപോലെ തന്നെ നട്ട്സും ആൽമണ്ട്സ് ഒക്കെ സൈഡിൽ കൊണ്ട് വയ്ക്കും. എന്നിട്ട് രാത്രി 3 മണിക്ക് 4 മണിക്ക് ഞാൻ എണീറ്റ് ഇരുന്നിട്ട് കഴിക്കും. അതായിരുന്നു എൻ്റെ പണി. പിന്നെ 5 മാസം കഴിഞ്ഞ് 6 മാസം സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നമുക്ക് മൂവ്മെൻറ്റ് ഫീൽ ചെയ്ത് തുടങ്ങി. അവൾ നല്ല ഇടിയായിരുന്നു, നല്ല ചവിട്ടാനും പിടിക്കാനൊക്കെ നല്ല നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഫണ്ണിയല്ല, ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഒരു ദിവസം ഞാൻ ഓഫീസിൽ പോയി, നേരത്തെ എത്തിയ ദിവസമായിരുന്നു. ഞാൻ ഒരു 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഓഫീസിലൊരു 8:35 ആകുമ്പോഴേക്കും ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ആ ദിവസം അതുപോലെ നോർമൽ ദിവസമായിരുന്നു. ഭക്ഷണം കഴിച്ച് ഞാൻ ട്രെയിനിൽ കയറി ഇരുന്ന് അവളൊന്നും എനക്കുമില്ല, എന്ന് വെച്ചാൽ സാധാരണത്തെ പോലത്തെ മൂവ്മെൻ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ രാഹുൽ പറഞ്ഞു, കുഴപ്പമില്ല, നീ നോക്കി കുറച്ച് നേരം കൂടി കഴിഞ്ഞ് നോക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓഫീസിലെത്തിയിട്ട് ഞാൻ കുറേ വെള്ളം കുടിച്ചു, ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങി, ഒരു രക്ഷയില്ല, അവൾ അനങ്ങണില്ല. അപ്പോഴേക്ക് കൺസേൺ ആയി തുടങ്ങി, ഒരു 9 മണിക്ക് അപ്പോഴേക്ക് കൺസേൺ ആയി തുടങ്ങി എനിക്ക്, എന്താണ് കുട്ടി അനങ്ങാത്തത് എന്നൊക്കെ വിചാരിച്ചിട്ട്. രാഹുൽ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, എന്നിട്ട് അനങ്ങിയോ, എന്താ വല്ല മൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഇല്ല, ഒരു എനക്കും ഇല്ല, എനിക്കറിയില്ല എന്താണെന്നുള്ളത്, എനിക്ക് കൺസേൺ എന്നൊക്കെ ഞാൻ പറയായിരുന്നു രാഹുലിൻ്റെ അടുത്ത്. അങ്ങനെ ഒരു 12 മണി ലഞ്ച് ബ്രേക്ക് വരെ ഞാൻ വെയിറ്റ് ചെയ്തു, അവൾ അനങ്ങണില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇനി വെച്ചിരിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കുട്ടിയുടെ അനക്കമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം എൻ്റെ മിഡ് വൈഫിനെ വിളിച്ചു, ഇങ്ങനെ ഇത് പറയാൻ വേണ്ടിയിട്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ മിഡ് വൈഫിനെ ആദ്യം വിളിച്ചു. അപ്പോൾ മിഡ് വൈഫിനെ വിളിച്ചപ്പോൾ മിഡ് വൈഫ് ബിസിയാണ്, കാരണം മിഡ് വൈഫ് ഒരു ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിഡ് വൈഫിൻ്റെ ഫോൺ എന്ന് പറയുന്നത് ഡൈവേർട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ എൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു എൻ്റെ ഹോസ്പിറ്റൽ, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന ലണ്ടനിലാണല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, എവിടെയാണ് ഇപ്പോൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ലണ്ടനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത്, ഒരു കാര്യം ചെയ്യൂ, ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് 111 വിളിക്കാൻ പറഞ്ഞു. 111 എന്ന് പറയുമ്പോൾ UK നോൺ എമർജൻസി നമ്പറാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ നോൺ എമർജൻസി നമ്പറാണ് 111. അപ്പോൾ അതിലേക്ക് വിളിക്കാൻ ഹെൽപ്ഫുള്ളായിരുന്നു. ഒരിടത്ത് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കൺസേൺ ആണ്, കുട്ടി മൂവ് ചെയ്യണില്ല, രാവിലെ തൊട്ടായി, കുട്ടി ഒരു സാധാരണ സമയത്ത് ഒരു 6-7 മൂവ്മെൻറ്റൊക്കെ എനിക്ക് ഫീൽ ചെയ്യേണ്ടതാണ്, പക്ഷേ കുട്ടി മൂവ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, അപ്പോയിൻമെൻറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ എത്തണം, 20 മിനിറ്റിനുള്ള അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തൊട്ടടുത്താണ്, 3 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ദൂരം, 3-4 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ദൂരം. ഞാൻ നടന്നെത്തി രാഹുലെ ഞാൻ വിളിച്ചു. രാഹുൽ ആ സമയത്ത് ലണ്ടനിലാണ് വർക്ക് ചെയ്യണത്, ലിവർപൂൾ സ്ട്രീറ്റിലാണ് രാഹുൽ വർക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, വേഗം തന്നെ ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി പറഞ്ഞു. രാഹുൽ കേട്ട മതി, രാഹുലോട് ലീവ് പറഞ്ഞ് രാഹുലും അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടെ നമ്മുടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജ് ഉണ്ട്, നമ്മുടെ ബിഗ് ബെൻ്റെ അടുത്തൊക്കെ ഒരു വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് എത്തി, അവിടെ ഒരു ഹോസ്പിറ്റലിൽ റൈറ്റ് എടുത്ത് തിരിച്ചപ്പോഴേക്കും
ഇവള് കിടന്നിട്ട് കുടു 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 പറഞ്ഞ് അനങ്ങാൻ തുടങ്ങി. ഞാൻ മുകളിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ കുട്ടി മൂവ് ചെയ്തു, ബട്ട് എനിക്കൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ. കാരണം എമർജൻസി അല്ലല്ലോ, അവർക്ക് വേറെ എമർജൻസിയിൽ ആൾക്കാരുണ്ട്. പക്ഷെ അവർ ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറഞ്ഞു കേട്ടോ. കാരണം നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങൾക്കാണ് അറിയുള്ളൂ കുട്ടി മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും എപ്പോഴും വിളിക്കണം, അല്ലെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. കാരണം നമ്മുടെ ഉള്ളിലുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ, പുറത്ത് ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് എനിക്കേ അറിയുള്ളൂ, അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആ ലേഡീസിന് മാത്രമേ അറിയുള്ളൂ എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. കുട്ടി മൂവ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഡോക്ടറെ വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ എമർജൻസി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അത് ഭയങ്കര ഒരു ഫണ്ണി ബട്ട് സ്റ്റിൽ ഒരു പാനിക്കായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അങ്ങനെ മാസങ്ങളൊക്കെ കടന്നുപോയി. ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ കഴിഞ്ഞു. സെപ്റ്റംബറിൽ ഞാൻ ഫുൾ ടൈം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ എൻ്റെ അമ്മയും അച്ഛനും ഇവിടെ എത്തി, ഞങ്ങളുടെ അടുത്ത് എത്തി. സെപ്റ്റംബർ 24 അവരെത്തി. പിന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ അങ്ങോട്ട് സുഖമായിരുന്നു. അമ്മ അച്ഛനും എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് ആകെ കൂടി ഒരു കൺസേൺ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ, ഡെലിവറി ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡെലിവറി പെയിൻ വന്നു കഴിഞ്ഞാൽ പോലും 4 സെൻറ്റിമീറ്റർ ഡയലേഷൻ ആവാതെ ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ എടുക്കില്ല. അൺലെസ് വേറെ എന്തെങ്കിലും കണ്ടീഷൻസുള്ള ആൾക്കാർ എടുക്കും. അല്ലാതെ നോർമൽ കേസിലുള്ള ആൾക്കാരനെ 4 സെൻറ്റിമീറ്റർ ഡയലേഷൻ ഇല്ലെങ്കിൽ ഇവർ നമ്മളിവിടെ എടുക്കില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു മനസ്സിൽ. കാരണം ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, സ്റ്റോറീസൊക്കെ ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആയി, എന്നിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു ഇല്ല 2 സെൻറ്റിമീറ്റർ ആയിട്ടേ ഉള്ളൂ, തിരിച്ച് അയച്ചു അവരെന്നെ. അപ്പോൾ എന്നിട്ട് തിരിച്ച് പോകേണ്ടി വന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് എനിക്ക് ഡെലിവറി ആയത് എന്ന് പറയാം. ഒക്ടോബർ 3 ഒക്ടോബർ 3 ഒരു സംഭവം ഉണ്ടായി. എന്താണ് ആ സംഭവം അല്ലേ? ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നിലയിൽ രാഹുൽ ഓഫീസിൽ നിന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് എത്താൻ ഒരു 6:30-7 മണി, ചിലപ്പോൾ 7:30 ആവും ചില ദിവസങ്ങളിൽ. പക്ഷെ ഒക്ടോബർ 3 രാഹുൽ നേരത്തെ എത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3:30 ആകുമ്പോഴേക്കും എത്തി. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 5 മണിയാകുമ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ട് ഞങ്ങൾ എന്നും നടക്കാൻ പോകാറുണ്ട്. താഴെ ഒരുപാട് നടക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴെ നടക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഒരു ദിവസം. അപ്പോൾ ആ ഒരു പാർക്കിൽ ഞാനും അമ്മയും അച്ഛനും കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ വീണു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ നമ്മൾ നടക്കുമ്പോൾ വീണത് എങ്ങനെയാണ്? ഒന്നുകിൽ ഒരു തടസ്സം വേണം അല്ലേ, സ്റ്റെപ്പ് തട്ടി വീഴണം, അല്ലെങ്കിൽ ചെരുപ്പൊക്കെ കാലിൽ ഉടഞ്ഞിട്ട് നടക്കുമ്പോൾ കാലിൻ്റെ ഇടയിൽ കുടുങ്ങി വീഴണം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് തടഞ്ഞ് വീഴണം, അല്ലെങ്കിൽ എന്തെങ്കിലും നിലത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ തടഞ്ഞ് വീഴാൻ. ഇതൊന്നുമില്ല. വയറ് ജസ്റ്റ് മിസ്സായി. കാരണം ഞാൻ അങ്ങോട്ട് എങ്ങനെ വീണെന്ന് വെച്ചാൽ മുഖം കുത്തിയിട്ട് വീണ പോലെ വീണത്. പക്ഷേ ആ വീണ സമയത്ത് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് ഇത് ഞാൻ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വയർ കുത്തും എന്നുള്ളൊരു എന്തോ ഒരു മനസ്സിലുണ്ടായ കാലമായിരിക്കാം. ഞാൻ മുട്ടുകുത്തി. അപ്പോൾ വീണ സമയത്ത് ഞാൻ മുട്ടുകുത്തിയാണ് വീണേ. അത് വയറ് കുത്താതിരിക്കാൻ വേണ്ടി ഞാൻ മുട്ടുകുത്തിയപ്പോൾ എൻ്റെ 2 മുട്ടിൻ്റെ മുകളിൽ നിറച്ച് മുറിയായി. ആ വീണ ഒരു ഫോഴ്സിൽ. കാരണം ഞാൻ മുട്ടുവരെയുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നത്. വയറിൻ്റെ ഈ സൈഡ് ഭാഗം, റൈറ്റ് സൈഡിൻ്റെ ഭാഗം ഒന്ന് ഇടിച്ചു, ചെറുതായിട്ട് ഇടിച്ചു. ചെറുതായിട്ടാണെന്നാണ് തോന്നുന്നത്, എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. ഒരു ജേക്ക് വന്നു, എന്തായാലും ഒരു ഇളക്കം വന്നു മൊത്തം. അപ്പോൾ ഇത് ചെറിയൊരു പെയിനും ഉണ്ടായിരുന്നു, സൈഡിലായിട്ട് ചെറിയൊരു പെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയും അച്ഛനും ഭയങ്കര പാനിക്കായി. അപ്പോൾ തന്നെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ രാഹുലിനെ വിളിച്ചു. രാഹുൽ നേരെ താഴത്തേക്ക് ഓടി വന്നു. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണല്ലോ, നമുക്ക് അറിയില്ല അത് വല്ല ബ്ലീഡിങ് ഉണ്ടാവുമോ ഇനിയിപ്പോൾ നമുക്ക് അറിയില്ല. പുറത്തേക്കൊന്നുമില്ല, പുറത്തേക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കറിയില്ല ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ രാഹുൽ വേഗം 999 വിളിച്ചു, അതായത് എമർജൻസി നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ആംബുലൻസ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ആംബുലൻസ് വേണ്ട, ഹോസ്പിറ്റൽ തൊട്ടടുത്താണ്. 6 മണിയാകുമ്പോൾ എത്തിയില്ല. അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് എത്തിയോടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു, എൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എനിക്ക് അത് പറയണം, എനിക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി എൻ്റെ പ്രഷർ ലോ ആയിരുന്നു, ഹൈ ആയിരുന്നില്ല, ലോ ആയിരുന്നു എൻ്റെ പ്രഷർ. പക്ഷെ അത് ഇറ്റ് വാസ് ഓക്കെ. കാരണം ആ സമയത്ത് എല്ലാവരും ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല, ഹൈ ആകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര കുറവല്ല, മീഡിയത്തിനേക്കാൾ നോർമലിനേക്കാൾ കുറച്ചുകൂടി കുറവ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രഷർ ലോ തന്നെയായിരുന്നു അപ്പോഴും. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഒബ്സർവേഷനിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒബ്സർവേഷനിലിരുന്നു. അപ്പോൾ ആ ഒരു ഇരുത്തം 6 മണി തൊട്ടിട്ടൊരു 10 വരെ ഞങ്ങൾ ഒബ്സർവേഷനിലിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടർ സ്കാനിങ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു, വീട്ടിലേക്ക് എത്തിയിട്ടോ. വീട്ടിലേക്ക് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നോർമലായിരുന്നു, പെയിനൊന്നുമില്ല. പിന്നെ പെയിനൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് എന്താ പറയുക, ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ എണീറ്റു എന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എണീറ്റിട്ട് എണീറ്റപ്പോൾ എനിക്കെന്തോ
വെള്ളം മാതിരി തോന്നി, നമുക്ക് കിടക്കുന്ന സ്ഥലത്ത് വെള്ളം മാതിരി തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇത് പ്രശ്നമാണ്. പെട്ടെന്ന് ഞാൻ ടോയ്ലറ്റിൽ പോയി നോക്കിയപ്പോൾ ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ട്, പിന്നെ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് രാഹുലിനെ വിളിച്ചു. രാഹുൽ അമ്മേനെയും അച്ഛനെയൊക്കെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത് വാട്ടർ ബ്രേക്ക് ചെയ്തതാണ്. അവർക്ക് അമ്മയ്ക്കൊക്കെ അറിയാലോ. മിഡ് വൈഫിനെ വിളിച്ചു. നമ്മൾ ആദ്യം മിഡ് വൈഫിനെയാണ് വിളിക്കേണ്ടത്. അപ്പോൾ മിഡ് വൈഫിനെ വിളിച്ചപ്പോൾ മിഡ് വൈഫ് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. മിഡ് വൈഫ് ഇപ്പം തന്നെ എത്താമെന്ന് പറഞ്ഞു, അരമണിക്കൂറിനുള്ളിൽ മിഡ് വൈഫ് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി. ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി, കാരണം അറിയാലോ നമ്മൾ 8ാം മാസത്തിൽ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗ് കൊടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. അവർ ആദ്യം ഒരു റൂമിൽ കിടത്തി. ആക്ച്വലി ഇരുത്തല്ല, കിടത്തിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ 2:30 ഞങ്ങൾ 2-3 മണിയാകുമ്പോൾ എത്തിയിട്ട് ആ റൂമിൽ ഒരു 6 മണി വരെ ആ റൂമിൽ ഇരുന്നു. ഒന്നും ചെയ്തില്ല, വെറുതെ ഇരുന്നു. ഒന്നും ചെയ്തില്ല. അപ്പോൾ ഒരു ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട്, എൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 7 മണിയാകുമ്പോൾ നമ്മൾക്ക് റൂമിലേക്ക് മാറ്റി, വേറെ റൂമിലേക്ക് മാറ്റി. നല്ല തണുപ്പുള്ള റൂമായിരുന്നു. അപ്പോൾ അവിടെ എക്സ്ട്രാ ഹീറ്ററൊക്കെ ചോദിച്ചിട്ടാണ് ഇരുന്നത്. എക്സ്ട്രാ ഹീറ്ററൊക്കെ വെച്ച് തന്നു അവർ. അത് കഴിഞ്ഞ് എന്താ പറയുക, ഞങ്ങൾ പിന്നെ ആ റൂമിൽ തന്നെ 7 മണി തൊട്ടിട്ട് അടുത്തൊരു 12 മണി വരെ ആ റൂമിൽ തന്നെ ആയിരുന്നു. എന്നിട്ട് ഒരു 11:30-12 മണിയാകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സും പിന്നെ കുറേ അസിസ്റ്റൻസും കുറേ ഡോക്ടേഴ്സ് സ്റ്റുഡൻസും എല്ലാവരും കൂടിയിട്ട് ഒരു 12 പേരോളം ആ റൂമിലേക്കാണ് കയറി വന്നു. അപ്പോൾ ഈ ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു അവർക്കൊരു പ്ലാൻ ഉണ്ട്, ഡെലിവറി പ്ലാൻ അവർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ ഇൻഡ്യൂസ് ചെയ്യാൻ പോവാണ്. ആർ യു ഹാപ്പി വിത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ എനിക്ക് എപ്പിഡ്യൂറിൽ വേണമെന്നുണ്ടായിരുന്നു. എപ്പിഡ്യൂറിൽ എന്താണെന്ന് അറിയാലോ, നമുക്ക് ഇഞ്ചക്ഷനാണ്, നമുക്ക് ബാക്കിൽ ചെയ്യുന്ന ഇഞ്ചക്ഷനാണ്, പെയിൻ ഇല്ലാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ. അപ്പോൾ അത് വേണം എന്നുള്ളത് ഞാൻ ഓൾറെഡി എഴുതി കൊടുത്തിട്ടുള്ള കാര്യമായിരുന്നു. എനിക്ക് മുന്നേ തന്നെ ഞാൻ മിഡ് വൈഫിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. എൻ്റെ ഡെലിവറി പ്ലാൻ ഒക്കെ ഞാൻ പറയാം, വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു എനിക്ക് എപ്പിഡ്യൂറിൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു അവർ. അങ്ങനെ ചോദിച്ച ക്വസ്റ്റിന് എൻ്റെ ഒറ്റ ആൻസർ എന്ന് പറയുന്നത് എപ്പിഡ്യൂറിൽ വേണം. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് എപ്പിഡ്യൂറിൽ എടുക്കാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഒരു സമയമുണ്ട് എപ്പിഡ്യൂറിൽ എടുക്കാൻ, നമുക്ക് ഡെലിവറി സമയത്ത് ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ, എപ്പിഡ്യൂറിൽ എടുക്കേണ്ട സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു 2:30-3 മണിയാകുമ്പോൾ ഞങ്ങളതിനെ വേറെ റൂമിലേക്ക് പിന്നെയും മാറ്റി. അതായിരുന്നു ആക്ച്വൽ ഡെലിവറി റൂം എന്ന് പറയുന്നത്. നല്ല അടിപൊളി റൂമായിരുന്നു. അവിടേക്ക് മാറ്റി. ആ റൂമിലേക്ക് മാറി ഒരു 3 മണി ഉണ്ടാവും. ആ റൂമിലേക്ക് മാറി അപ്പം തൊട്ട് എൻ്റെ ഡെലിവറി കഴിയണ വരെ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ മിഡ് വൈഫ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ മിഡ് വൈഫല്ല, ഓരോ മിഡ് വൈഫും മാറി ഒരു സെക്കൻഡ് പോലും ഞങ്ങളുടെ അടുത്ത് മാറി നിന്നിട്ടില്ല മിഡ് വൈഫ്. അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. 1 മിനിറ്റ് പോലും അവിടെ അൺഅറ്റൻഡഡ് ആയിട്ട് ഞങ്ങൾ വിട്ടിട്ടില്ല. 3 മണി തൊട്ടിട്ട് ഒരു 5:30-6 മണി വരെ ആ മിഡ് വൈഫായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാ അരമണിക്കൂറും ചെക്ക് ചെയ്യും, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോക്കും, എല്ലാ കാര്യങ്ങളും. അവർക്ക് അവിടെ മോണിറ്റർ ഉണ്ട്, തൊട്ടടുത്ത് മോണിറ്റർ സ്ക്രീനിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും ഇങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ഫുൾ ടൈം നോട്ട് ചെയ്യായിരുന്നു ഇത്. അപ്പോൾ ഞാൻ എപ്പിഡ്യൂറിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് എപ്പിഡ്യൂറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നു. അപ്പോൾ ബാക്കിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ എപ്പിഡ്യൂറിൽ എടുക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പിഡ്യൂറിൽ എടുക്കുമ്പോൾ എനിക്കറിയില്ല എത്രത്തോളം പേർക്ക് അറിയാം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എപ്പിഡ്യൂറിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോസ് തന്നു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് ആ ഡോസ് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേദന സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ അതിൽ എപ്പിഡ്യൂറിൽ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡോസ് തരും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഡോസ്, ഇപ്പോൾ നമുക്ക് വേദന ഇപ്പോൾ ഡെലിവറി വരെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 4 മണിക്ക് എനിക്ക് ഡെലിവറി പെയിനൊന്നും ഇല്ലാത്ത സമയത്ത് അവരൊന്ന് ചെയ്തപ്പോൾ രാഹുൽ ചോദിച്ചു എന്താ ഇപ്പോൾ എടുക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല നിങ്ങൾ വേണമെന്ന് പറഞ്ഞില്ലേ ആദ്യം തന്നെ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ പറഞ്ഞാൽ ഞങ്ങൾ മീൻ ചെയ്ത് അതല്ല, വേദന വരുന്നതിന് മുന്നേ തന്നാൽ മതി, അപ്പോൾ അത്രയും കുറച്ച് ഡോസ് എടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡോസ് എടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ വേദന വരുന്നതിന് തൊട്ട് മുന്നേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേദന വന്നിട്ട് അപ്പം തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡോസ് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ 4 മണി തൊട്ടേ എടുക്കുന്ന ഡോസ് നമ്മളിങ്ങനെ അതിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല ആ സമയത്ത് വരാം, പക്ഷെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ആ ടൈമിൽ ഞാൻ ബിസിയാണ്, അല്ലെങ്കിൽ വേറെ ആളായിട്ട് ബിസി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ രാഹുൽ ചോദിച്ചു കുറേ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കൺസേൺ ആയിപ്പോയി, കാരണം കുറേ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എപ്പിഡ്യൂറിൽ ചെയ്യാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ടൈമുണ്ട്, വേദന വന്നിട്ട് ഇത്ര സമയത്തിനുള്ള എപ്പിഡ്യൂറിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഡയലേഷൻ ആയതിന് മുന്നേ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എപ്പിഡ്യൂറിൽ വർക്ക് ആവില്ല. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നിട്ട് പാവം എനിക്ക് ബാക്കിലെല്ലാം ചെയ്തു തരുന്നു, അവരൊക്കെ എടുത്തിട്ട് മാറ്റി, അവരൊന്നും പറഞ്ഞൊന്നുമില്ല. ഒരു 7 മണി 7:30 സമയത്താണ് എനിക്ക് ഒരു ചെറുതായിട്ടൊരു പെയിൻ വന്നു തുടങ്ങുന്നത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ വന്നു തുടങ്ങി, എപ്പിഡ്യൂറിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ വന്നിട്ട് എനിക്ക്
എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ ചെയ്തു തന്നു. അപ്പോഴേക്കും എൻ്റെ സ്വന്തം മിഡ് വൈഫ് എന്നെ ഇത്രയും കാലം നോക്കിയിരുന്നെന്ന് വെച്ചാൽ എൻ്റെ ത്രൂ ആയിട്ട് പ്രഗ്നൻസി നോക്കിയിരുന്ന മിഡ് വൈഫ് 8 മണിയാകുമ്പോഴേക്കും അടുത്ത ഷിഫ്റ്റായിട്ട് എൻ്റെ സ്വന്തം മിഡ് വൈഫ് എത്തി. അപ്പോൾ ഭയങ്കര ഹാപ്പി, കാരണം എനിക്കറിയണ മിഡ് വൈഫാണല്ലോ. ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ, അറിയാലോ, ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ വിശപ്പുണ്ടായിരുന്നു, നല്ലോണം വിശക്കണൊക്കെ ഉണ്ടായിരുന്നു, എന്താ പറയുക. അപ്പോൾ വെള്ളം മാത്രമേ കുടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഏകദേശം ഡയലേഷനൊക്കെ ആയിട്ടില്ല, എനിക്ക് ഒട്ടും ഡയലേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല 8 മണി സമയത്തൊന്നും. അപ്പോൾ അവർ പറഞ്ഞു ഇത് കണ്ടിട്ട് തോന്നുന്നത് പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണി 9 മണിയൊക്കെ ആവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഒട്ടും പേടിക്കേണ്ട, ഒട്ടും ഹറി ആവേണ്ട കാര്യമില്ല, കാരണം സമയം എടുക്കും, ഡെലിവറിക്ക് സമയം എടുക്കും എന്നുള്ള പോലെയാണ് മിഡ് വൈഫ് പറഞ്ഞിരുന്നത്. 2 പേർക്ക് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാം. രാഹുലും അമ്മയായിരുന്നു എൻ്റെ ഡെലിവറി റൂമിലുണ്ടായിരുന്നത്. അപ്പോൾ മിഡ് വൈഫ് എൻ്റെ ഇടയ്ക്ക് എനിക്ക് വേദന വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എൻ്റെ വേദന എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിഡ് വൈഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഹാർട്ട് ബീറ്റ് കുറഞ്ഞ എന്താ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൈമിൽ നമുക്ക് എപ്പിഡ്യൂറിൻ്റെ ഡോസ് തരാൻ പറ്റില്ല, സോ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഹാർട്ട് ബീറ്റ് ഓക്കെ ആയി, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഓക്കെ ആയി. അപ്പോൾ എപ്പിഡ്യൂറിലെ അപ്പോൾ നല്ല വേദന വന്നു എനിക്ക്, ഭയങ്കര ഡെലിവറി പെയിൻ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങി കുറച്ച് നേരം. അപ്പോൾ നല്ല ടയർഡായി ഞാൻ അപ്പോഴേക്കും. എന്നിട്ട് പെയിൻ വന്ന് പിന്നെ കുട്ടി ഹാർട്ട് ബീറ്റ് ഓക്കെ ആയപ്പോൾ എനിക്ക് എപ്പിഡ്യൂറിൻ്റെ അടുത്ത ഡോസും കൂടി തന്നപ്പോഴേക്കും ഞാൻ ടയർഡായി, ഞാൻ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞാൻ എണീക്കുന്നത് ഒരു 1:20 ആകുമ്പോഴാട്ടോ, 11 ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് ഞാനൊരു 1:30 ഏകദേശം 1:30 ആകുമ്പോഴാണ് ഞാൻ എണീച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം. ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. കാരണം എൻ്റെ മനസ്സിൽ ഡെലിവറി എന്ന് പറയുന്നത് എന്താ രാവിലെയാണല്ലോ. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രാവിലെയാണ് കുട്ടീനെ. അപ്പോൾ ഞാൻ ഉറങ്ങി നീട്ടപ്പോൾ എൻ്റെ മിഡ് വൈഫ് എൻ്റെ തോൾ തട്ടി വന്ന് പറഞ്ഞു ഒന്നും പേടിക്കാനൊന്നുമില്ല, നത്തിങ് ടു വറി, ഒരു ടെൻഷനും വേണ്ട, റിലാക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് യു ആർ ഗോയിങ് ടു ദ ലേബർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത് ഞാൻ ഡെലിവറി ആവാൻ പോവാന്നുള്ളത്. അങ്ങനെ ഒരു 2 മിഡ് വൈഫും കൂടി ഹെൽപ്പിന് വന്നു. ഡോക്ടേഴ്സ് ഒന്നും ഇല്ല കേട്ടോ, ഒരു ഡോക്ടേഴ്സും എൻ്റെ ഡെലിവറിക്ക് ഉണ്ടായിരുന്നില്ല. 3 മിഡ് വൈഫ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മിഡ് വൈഫും പിന്നെ ഒരു അസിസ്റ്റൻറ്റും പിന്നെ വേറെ സൂപ്പർവൈസറും. അങ്ങനെ ഇവർ വന്നു. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കുട്ടി പുറത്തു വന്നു. 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ കുട്ടി പുറത്തു വന്നു. അതാണ് ഡെലിവറി, സിമ്പിൾ, അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ അമ്മയ്ക്കും രാഹുലൊക്കെ ഇത് കാണാം കേട്ടോ. ഇത് കംപ്ലീറ്റ് അമ്മയ്ക്കും രാഹുലിനും എല്ലാം കാണാം, എൻ്റെ ഡെലിവറി എല്ലാം കാണാം. കാരണം 2 പേർക്ക് നിൽക്കാം, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ 2 പേർക്ക് നിൽക്കാം. എന്ന് വെച്ചാൽ ഡെലിവറി റൂമിൻ്റെ ഉള്ളിൽ. കുട്ടി പുറത്ത് വന്ന ഉടനെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു തുണി അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നേരെ എൻ്റെ നെഞ്ചത്ത് വെച്ചു തന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് അമ്മേനായിട്ട് പെട്ടെന്ന് വേണം എന്നുള്ളതാണ്. കാരണം മിഡ് വൈഫിൻ്റെ കയ്യിലെ ചൂട് പോലും തട്ടരുത്, അത്രയും പെട്ടെന്ന് അമ്മേനായിട്ട് എന്താ പറയുക കുട്ടിയുടെ ചൂട് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് വേണമെന്നുകൊണ്ട് എൻ്റെ പെട്ടെന്ന് എൻ്റെ നെഞ്ചത്തേക്ക് ഒരു കുട്ടി അവളെ ഇങ്ങോട്ട് വന്നു. കാരണം ഇതൊക്കെ എന്താ പറയുക ഒരു വിത്തിൻ സെക്കൻഡ്സോളം നടക്കുന്ന കാര്യമാണ്. കുട്ടി പുറത്തേക്ക് വരുന്നു, ആ കുട്ടി പെട്ടെന്ന് എൻ്റെ മേത്തേക്കും വരുന്നു. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയും ഫസ്റ്റ് ഒരു 10 മിനിറ്റോളം അല്ലെങ്കിൽ 5 മിനിറ്റോളം ഞാനൊരു വേറൊരു വേൾഡിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പ്രസവിച്ച കുട്ടിയാണോ എന്നുള്ളൊരു ഫീലായിരുന്നു. എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കുട്ടിയാണോ ഇതെന്നുള്ളൊരു ഫീലായിരുന്നു. പെട്ടെന്നൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റായ്മ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് നേരം, ഒരു ഫസ്റ്റ് 5-10 മിനിറ്റോളം. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ കുളിപ്പിച്ച് തരുമൊന്നുമില്ല അവിടെ, കുട്ടീനെ കുളിപ്പിക്കൊന്നുമില്ല. അവർ പറയണത് കുട്ടിയെ കുളിപ്പിക്കേണ്ട കാര്യമില്ല, കുട്ടിയുടെ മേത്തെ കാര്യം തുടപ്പിച്ച് തരും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടപ്പിച്ച് തരും. കാരണം അവർ പറയണതെന്ന് വെച്ചാൽ കുട്ടിയുടെ മേത്തെ കുളിപ്പിച്ച് അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഒറിജിനൽ അവരുടെ ഒരു സ്കിന്നിൻ്റെ ലെയറൊന്നും കളയാൻ പാടില്ല, അത് കുട്ടിയുടെ പ്രൊട്ടക്ഷനാണ്, അത് കളയാൻ പാടില്ല എന്നാണ് ഇവർ പറയാറുള്ളത്. അപ്പോൾ കുട്ടി തുടപ്പിച്ചാണ് തന്നത്. ഇതാണ് ആമിയുടെ കൂടെയുള്ള ഫസ്റ്റ് ഫോട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇത് അച്ഛനും മോളും കൂടിയിട്ടുള്ള ആദ്യത്തെ ഫോട്ടോ ആണ്. രാഹുൽ ആദ്യമായിട്ട് അവളെ കയ്യിലെടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ അതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്കിപ്പോൾ ആക്ച്വലി ഇത് കാണുന്ന ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും, ഇത് കാണുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ പ്രഗ്നൻസി ഇങ്ങനെയായി. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരുടെ ഇപ്പോൾ യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആയാലും റിലേറ്റീവ്സിൻ്റെ ആയാലും ഒക്കെ നിങ്ങൾ ഡെലിവറി സ്റ്റോറി കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇപ്പോൾ എൻ്റെ പ്രഗ്നൻസി ഇങ്ങനെയായി എന്ന് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രഗ്നൻസി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി ഇങ്ങനെയാണെന്നില്ല, അല്ലെങ്കിൽ വേറെ ആളുടെ പ്രഗ്നൻസി ഇതിനേക്കാൾ ഈസി ആയിരിക്കും, അതുപോലെ ആവില്ല എൻ്റെ പ്രഗ്നൻസി. അപ്പോൾ കമ്പയർ ചെയ്യാതിരിക്കുക. ഈച്ച് പ്രഗ്നൻസി ഈസ് ഡിഫറെൻറ്റ് എന്നുള്ള കാര്യം മനസ്സിലാലോചിച്ച് കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ നല്ലോണം ആക്റ്റീവായിട്ടിരിക്കുക, നല്ലോണം ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വേദനയാണെങ്കിൽ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കാതെ
മാക്സിമം നമ്മൾ ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യും. ഞാൻ ഇപ്പോൾ ബേബീസിനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബീനെ കിട്ടട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവാച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വേറൊരു പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.